പ്രസ്തുത ഭേദഗതി പ്രകാരം 0.5% മുതൽ 20% വരെ ആൽക്കഹോൾ വീര്യമുള്ള ബിയറും വൈനും ഒഴികെയുള്ള മദ്യ ഉൽപ്പന്നങ്ങളെ ലോ ആൽക്കഹോളിക് ബിവറേജ് എന്ന ഒരു പ്രത്യേക വിഭാഗമായി പരിഗണിച്ചിട്ടുണ്ട്. ഈ വിഭാഗത്തിൽ ഉൾപ്പെടുന്ന മദ്യ ഉൽപ്പന്നങ്ങളുടെ നികുതി ഘടനയിൽ വ്യക്തത വരുത്തുന്നതിനായി അവയ്ക്ക് അനുയോജ്യമായ വിൽപ്പന നികുതി നിരക്ക് കേരള പൊതുവിൽപ്പന നികുതി നിയമപ്രകാരം നിശ്ചയിക്കേണ്ടതുണ്ട്. നമസ്കാരമുണ്ട്. ഈ മദ്യസേവകർക്ക് ഒരു സന്തോഷ വാർത്തയുണ്ട്. ഇപ്പം നമ്മുടെ കേരളത്തിൻ്റെ പ്രധാന വരുമാന മാർഗം എന്താണെന്ന് ചോദിച്ചാൽ കൊച്ചു കുട്ടികൾ വരെ പറയും ലോട്ടറി വിൽപ്പനയിൽ മദ്യം വിൽക്കുന്നതാണ് കേരളത്തിൻ്റെ പ്രധാന വരുമാന മാർഗം എന്നാണ് പലരും പറഞ്ഞു കേൾക്കുന്നത്. കാലാകാലങ്ങൾ ആയിട്ട് തമാശയായിട്ടാണെങ്കിലും ഇത് പറയാറുണ്ട്. ശരിയാണ് കേട്ടോ. 1000 രൂപയൊക്കെ ഒരു ദിവസം കൂലി കിട്ടുന്ന ഒരാൾ പലരും നല്ലൊരു ശതമാനം ആൾക്കാരും ഇതിൻ്റെ സിംഹഭാഗവും ഉപയോഗിക്കുന്ന ഈ ലോട്ടറി വാങ്ങാനും പിന്നെ ഈ മദ്യം വാങ്ങി കഴിക്കാനുമാണ്. വീട്ടിലേക്ക് എത്തുക 10, 200, 300 രൂപയായിരിക്കും. ബാക്കിയൊക്കെ ഈ പറഞ്ഞ 2 സാധനങ്ങൾക്ക് ചെലവഴിക്കുന്ന ഒരു ശീലം എങ്ങനെയോ വളർന്നു വന്നിട്ടുണ്ട്. അപ്പോൾ അതിനൊന്ന് ആക്കം കൂട്ടാനായിട്ട് ഒരു പുതിയ കണ്ടുപിടുത്തം, ഈ വീര്യം കുറഞ്ഞ മദ്യം വിൽക്കാൻ അങ്ങോട്ട് തീരുമാനിച്ചു നമ്മുടെ നാട്ടിൽ. അതിപ്പോഴല്ല കേട്ടോ. LDF സർക്കാർ കഴിഞ്ഞ മദ്യനയത്തിലാണ് ഇത് പ്രഖ്യാപിക്കുന്നത്. വീര്യം കുറഞ്ഞ മദ്യം കൂടെ നമ്മുടെ നാട്ടിൽ വിൽക്കാം. ബിയർ ഓൾറെഡി വീര്യം കുറഞ്ഞൊരു മദ്യമായിട്ട് നമ്മൾ കണക്കാക്കാറുണ്ട്. അതല്ല ഇത്. ഒരു 0.5 തൊട്ടിട്ട് 20% വരെ ആൽക്കഹോൾ കണ്ടന്റുള്ള പാനീയം അത് ഈ പാക്കറ്റിലൊക്കെ സുലഭമായി കിട്ടും. അപ്പോൾ അതങ്ങ് കുടിച്ചാൽ വലിയ ദോഷം ഉണ്ടാവില്ല എന്നൊരു സുഖം കിട്ടുമെന്നുള്ളൊരു നില വന്നു കഴിഞ്ഞാൽ ആ പഠിക്കുന്നവർക്ക്, മദ്യം കഴിച്ച് പഠിക്കുന്നവർക്ക് അതൊരു സുഖമായിരിക്കുമല്ലോ. അതാണെങ്കിൽ നല്ല കച്ചവടം കിട്ടും. പക്ഷേ LDF സർക്കാർ ഒരു കാര്യം ചെയ്തു. അവരിതിൻ്റെ ഒരു അപകടം മണത്തിട്ടാണോ എന്നറിയില്ല, നല്ല ടാക്സ് അങ്ങ് വെച്ച് അവരെന്ത് ചെയ്തു? വീര്യം കൂടിയ മദ്യത്തിൻ്റെ ടാക്സ് എന്താണോ 250% മറ്റാണ്, അത്രയും ടാക്സ് ഇതിനും കൂടെ അങ്ങോട്ട് നിശ്ചയിച്ചപ്പോൾ അത് വിൽക്കാനായിട്ട് ആരും താല്പര്യം കാണിച്ചില്ല. വില കൂടിയിട്ട് ഈ സാധനം കിട്ടിയിട്ട് എന്താ കാര്യം? അങ്ങനെ ഇരിക്കുകയാണ് നമ്മുടെ പുതിയ മന്ത്രിസഭ എന്ന് പറഞ്ഞാൽ അറിയാലോ, എല്ലാവരും പൂക്കി മന്ത്രിസഭ എന്നൊക്കെ പറയുന്ന നമ്മുടെ UDF മന്ത്രിസഭ അധികാരത്തേൽക്കുന്നത്. അവർ ഈ ട്രഷറി നിറയ്ക്കാൻ, ഖജനാവ് അങ്ങ് നിറയ്ക്കാനുള്ള മാന്ത്രിക വിദ്യ അവരുടെ കയ്യിലുണ്ടെന്ന് പറഞ്ഞാണല്ലോ അവർ അധികാരത്തിൽ വന്ന്. അതൊക്കെ ഞങ്ങൾ നിറയ്ക്കും കണ്ടോളൂ എന്ന് പറഞ്ഞു വന്ന ആ മുഖ്യമന്ത്രിയുടെ വാക്കുകളാണ് ഇപ്പം നമ്മൾ കണ്ടത്. ഈ സാധനങ്ങൾ വിറ്റ് കഴിഞ്ഞാൽ ധാരാളം കച്ചവടം നടക്കും, അങ്ങനെ ധാരാളം നികുതി ഇവിടെ വന്നു ചേരും, ട്രഷറി നിറയും എന്ന് കണ്ട ആ ധനകാര്യ വിദഗ്ധനായ നമ്മുടെ മുഖ്യമന്ത്രി ഈ ട്രിക്ക് കണ്ട് പ്രയോഗിച്ചു. ആ ടാക്സിനെ കുത്തനെങ്ങ് കുറച്ച് ഏതാണ്ട് പകുതിയിൽ താഴ്ത്തി. അപ്പോൾ എന്തായിരിക്കും? വിൽപ്പന നന്നായി കൂടും, എവിടെയും കിട്ടാവുന്ന ഒരു സ്ഥിതി വരും, ആൾക്കാരങ്ങ് വാങ്ങി കുടിക്കാൻ തുടങ്ങും. അപ്പോൾ ടാക്സ് കൊണ്ട് നമ്മുടെ ട്രഷറിയൊക്കെ നിറയും, ഖജനാവ് അങ്ങനെ പറയണം. ഖജനാവ് അങ്ങ് നിറഞ്ഞാൽ പിന്നെ ഇഷ്ടം പോലെ പണമായില്ലേ, എന്ത് പരിപാടിക്കും പറ്റും, എല്ലാ ഗ്യാരണ്ടികളും ഫുൾഫിൽ ചെയ്യാൻ പറ്റും എന്നുള്ള നല്ല സൂത്രക്കാരനായ നമ്മുടെ മന്ത്രി ഈ കാര്യം അങ്ങ് പ്രയോഗിച്ച ഭാഗമാണ് ഇപ്പോൾ നമ്മൾ കണ്ടത്. കുറച്ച് ഭാഗം കൂടെ അത് കേട്ടാൽ നമുക്ക് ഒരു വ്യക്തത വരും. അതാണ്, കേട്ടു നോക്കൂ. ഈ സാഹചര്യത്തിൽ 0.5% മുതൽ 10% വരെ വീര്യമുള്ള ഇത്തരം ഉൽപ്പന്നങ്ങൾക്ക് 120% വിൽപ്പന നികുതി നിരക്കും, 10% മുതൽ 20% വരെ വീര്യമുള്ളവയ്ക്ക് 175% വിൽപ്പന നികുതി നിരക്കും നിശ്ചയിക്കുന്നു. അപ്പോൾ വീര്യം കുറഞ്ഞ മദ്യത്തിൻ്റെ നികുതിയുടെ കാര്യത്തിൽ നമുക്കൊരു തീരുമാനമായി. അപ്പം ഇനി സുലഭമായിട്ട് വില കുറഞ്ഞ ഈ സാധനം കിട്ടും. ഈ മദ്യനിരോധന സമിതിക്കാരൊക്കെ ഇനി എന്താ പറയുകയെന്നറിയില്ല. LDFനെതിരെ അവരെന്ത് പറഞ്ഞാലും ബഹളം വച്ചിരുന്നവർ, പക്ഷെ UDFനെതിരെ അങ്ങനെ ഒരു സമരത്തിനൊന്നും വരാനുള്ള ഒരു ചാൻസ് നമ്മൾ കാണുന്നില്ല. കാരണം അവരെല്ലാവരും കൂടിയാണല്ലോ ഈ മന്ത്രിസഭയെ അധികാരത്തിലേറ്റിയത്. അപ്പം നമുക്കൊരു കാര്യം ചെയ്യാം. ഈ ഇപ്പോഴത്തെ എക്സൈസ് മന്ത്രി ഈ വക കാര്യങ്ങൾ വല്ലതും അറിഞ്ഞിട്ടുണ്ടോ എന്നും കൂടെ നമുക്ക് ചോദിക്കാം. 0.5 മുതൽ 20% വരെയുള്ള മദ്യത്തിന് സെയിൽസ് ടാക്സ് ഫിക്സ് ചെയ്തു. ഈ സെയിൽ ടാക്സ് ഫിക്സ് ചെയ്യുന്നത് എക്സൈസ് വകുപ്പുമായിട്ട് യാതൊരു ബന്ധമുള്ള കാര്യമല്ല. എക്സൈസ് വകുപ്പ് അത് ഫിക്സ് ചെയ്തിരിക്കുന്നത് സംസ്ഥാന ധനകാര്യ വകുപ്പാണ്. GST ആണ്, സെയിൽ വകുപ്പാണ് തീരുമാനിച്ചിരിക്കുന്നത്. അയ്യോ പാവം എക്സൈസ് മന്ത്രി ഈ വക കാര്യങ്ങളൊന്നും അറിഞ്ഞിട്ടേ ഇല്ല. അത് ടാക്സ് നിശ്ചയിച്ചിരിക്കുന്നതാണ്, അതിൽ എക്സൈസ് വകുപ്പിന് റോളില്ല, ഞങ്ങൾ പാവം രാമനാരായണ എന്നാണ് അദ്ദേഹം പറയുന്നത്. അപ്പം നമുക്കൊരു കാര്യം ചെയ്യാം. ഈ പഴയ എക്സൈസ് മന്ത്രിക്ക് ഈ കാര്യങ്ങളെപ്പറ്റി എന്തെങ്കിലും ഒരു ഐഡിയ ഉണ്ടാവുമല്ലോ. അവരുടെ കാലത്താണല്ലോ ഈ വീര്യം കുറഞ്ഞ ഈ മദ്യം ഉണ്ടാക്കാനായിട്ട്
അവർ ഈ മദ്യനയത്തിൽ ഒരു തീരുമാനം എടുത്തത്. അപ്പം എന്തായിരുന്നു അവരുടെ മനസ്സിൽ എന്നുള്ളതും കൂടെ നമുക്കൊന്നറിയാമല്ലോ. ഈ വിപണിയിലുള്ള പ്രധാനപ്പെട്ട ഒരു കോർപ്പറേറ്റ് കമ്പനിയുടെ ആവശ്യമായിരുന്നു. LDF ഗവൺമെന്റിനെ അവർ സമീപിച്ചിരുന്നു. LDF സർക്കാർ ആ ആവശ്യത്തിന് വഴങ്ങിയില്ല. എത്ര കിട്ടി എന്ന് സതീശൻ പറഞ്ഞാൽ മതി. ബഹുമാന്യനായ ശ്രീ VD സതീശൻ വ്യക്തമാക്കേണ്ടി വരും എത്ര കിട്ടി എന്ന്. ഓ രാജേഷ് സാറേ, അങ്ങനെ ഒരു പതിവുണ്ടല്ലേ? ഇങ്ങനെയൊക്കെ ചെയ്തു കൊടുക്കാനായിട്ട് അവർ സമീപിക്കുകയും അപ്പോൾ എന്തെങ്കിലുമൊക്കെ തടയുകയൊക്കെ ചെയ്യും. നിങ്ങളുടെ കാലത്ത് അങ്ങനെ ഒരു പരിപാടിക്ക് നിങ്ങൾ നിന്ന് കൊടുത്തില്ല. അങ്ങനെയാണെങ്കിൽ സാധനം വിൽക്കണ്ട എന്ന് നിങ്ങൾ തീരുമാനിച്ചു കാണും. അതല്ലേ നിങ്ങൾ ടാക്സ് കുറവ് കൊടുത്തുകൊണ്ടുള്ള ഒരു തീരുമാനത്തിനും തയ്യാറല്ല എന്ന് തീരുമാനിച്ചു എന്നല്ലേ ഈ പറയുന്നതിൻ്റെ ഈ അർത്ഥം? അങ്ങനെ മനസ്സിലാക്കിക്കോട്ടെ. എന്നൊരു കാര്യം ചെയ്യാം, നമ്മുടെ ഈ സതീശൻ സാറിനോട് തന്നെ ചോദിക്കാം, അങ്ങനെ വല്ല സ്കോപ്പ് ഉണ്ടോ? ഇങ്ങനെയൊക്കെ ചെയ്തു കൊടുത്താൽ ഇങ്ങനെ ഈ കമ്പനികളൊക്കെ വലിയ തുകയൊക്കെ തരുന്ന വല്ല ഈ തുക എന്നൊക്കെ പറയണത് ഈ കിക്ക് ബാക്ക് അഴിമതി അല്ല, അങ്ങനെയൊക്കെ പറയാമല്ലോ അല്ലേ? എന്തായാലും നമുക്ക് സംശയം നിവർത്തിക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ പുതിയ ധനകാര്യമന്ത്രിയോട് തന്നെ അങ്ങ് ചോദിക്കാം. അദ്ദേഹത്തിനാവുമ്പോൾ ഇതിലൊക്കെ ഒരു ക്ലാരിറ്റി ഉണ്ടാവും. എല്ലാം കറക്റ്റായിട്ട് പറയുന്ന ആളാണ്. സത്യം മാത്രമേ പറയൂ, ഉള്ളത് മാത്രമേ പറയുള്ളൂ. വാക്കാണെന്ന് എപ്പോഴും പറയുന്ന ആളാണ്. അതുകൊണ്ട് നമുക്ക് അദ്ദേഹം പറയുന്നതും കൂടെ ചോദിച്ചാലേ നമുക്കൊരു സംതൃപ്തി വരുള്ളൂ. കോടികളുടെ അഴിമതി കാണിക്കാനുള്ള ഒരു വൻ പരിപാടിയുമായി സർക്കാർ ഇറങ്ങിയിരിക്കുകയാണ്. വീര്യം കുറഞ്ഞ മദ്യത്തിന് നികുതി കുറച്ചു കൊടുക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു നടപടിയുമായി സർക്കാർ മുന്നോട്ട് പോവുകയാണ്. സർക്കാരിന് കിട്ടേണ്ട കോടികൾ വലിയ ഡിസ്റ്റിലറികൾ എത്തിക്കാൻ വേണ്ടിയിട്ടുള്ള അഴിമതിയാണ് ഇതിന്റെ പുറകിൽ. അപ്പൊ സതീശൻ സാറും പറയുന്നു ഇത് വലിയ അഴിമതിയാണ് ഈ സർക്കാർ ചെയ്യുന്നതെന്ന്. ഏത് സർക്കാർ ചെയ്താലും പഴയ സർക്കാരിന്റെ കാലത്ത് പ്രതിപക്ഷ നേതാവായിരുന്നപ്പോൾ പറഞ്ഞതാണോ ഈ വിവരം എന്ന് നമുക്കറിയില്ല. ഇനി അപ്പം പറഞ്ഞാലും ഇപ്പം പറഞ്ഞാലും ഈ പറഞ്ഞ സംഗതി ഒന്നാണെങ്കിൽ അത് എപ്പോൾ പറഞ്ഞാലും എന്താ, കാര്യം ഒന്നാണല്ലോ, അഴിമതിയാണല്ലോ എന്ന് സതീശൻ സാറ് തന്നെ സമ്മതിച്ച സ്ഥിതിക്ക് ഇനിയിപ്പം നമ്മൾ എന്തിനാ തർക്കിക്കാൻ പോകുന്നത്? എന്നാലും സാറ് കറക്റ്റായിട്ട് തന്നെയല്ലേ പറഞ്ഞത്? സാറ് നിയമസഭയിലെ ഒന്നും കൂടെ നമുക്കൊന്ന് കേട്ടു നോക്കി അതിൻ്റെ ഒരു ക്ലാരിറ്റി വരുത്തിയാലോ. സാറിപ്പോൾ ഈ സാധനം നിരോധിക്കാനോ വേണ്ടാന്ന് വെക്കാനല്ലോ തീരുമാനിച്ചിരിക്കുന്നത്. കാരണം പുതിയ മദ്യനയൊന്നും UDFന്റെ വന്നിട്ടില്ലല്ലോ. ഒന്നും കൂടെ സാറ് പറഞ്ഞത് ഈ കാതുകളെ വിശ്വസിക്കാൻ പറ്റുന്നില്ല. ഒന്ന് കേൾക്കട്ടെ, ഒന്ന് കേട്ടു നോക്കാം. പ്രസ്തുത ഭേദഗതി പ്രകാരം 0.5% മുതൽ 20% വരെ ആൽക്കഹോൾ വീര്യമുള്ള ബിയറും വൈനും ഒഴികെയുള്ള മദ്യ ഉൽപ്പന്നങ്ങളെ ലോ ആൽക്കഹോളിക് ബിവറേജ് എന്ന ഒരു പ്രത്യേക വിഭാഗമായി പരിഗണിച്ചിട്ടുണ്ട്. ഈ വിഭാഗത്തിൽ ഉൾപ്പെടുന്ന മദ്യ ഉൽപ്പന്നങ്ങളുടെ നികുതി ഘടനയിൽ വ്യക്തത വരുത്തുന്നതിനായി അവയ്ക്ക് അനുയോജ്യമായ വിൽപ്പന നികുതി നിരക്ക് കേരള പൊതുവിൽപ്പന നികുതി നിയമപ്രകാരം നിശ്ചയിക്കേണ്ടതുണ്ട്. ഈ സാഹചര്യത്തിൽ 0.5% മുതൽ 10% വരെ വീര്യമുള്ള ഇത്തരം ഉൽപ്പന്നങ്ങൾക്ക് 120% വിൽപ്പന നികുതി നിരക്കും 10% മുതൽ 20% വരെ വീര്യമുള്ളവയ്ക്ക് 175% വിൽപ്പന നികുതി നിരക്കും നിശ്ചയിക്കുന്നു. അപ്പോൾ ഈ കേട്ടത് ശരി തന്നെയാണ്. സതീശൻ സാറിൻ്റെ വാക്കുകൾ തന്നെയാണ്. നിയമസഭയിൽ ബഡ്ജറ്റ് അവതരിപ്പിച്ചുകൊണ്ട് വീര്യം കുറഞ്ഞ മദ്യങ്ങൾക്കൊക്കെ നികുതി കുറച്ച് വലിയ തോതിൽ വിൽപ്പന കൂട്ടി വരുമാനം കൂട്ടാനുള്ള ഒരു പദ്ധതിയാണ് അദ്ദേഹം കണ്ടെത്തിയിരിക്കുന്നത്. അപ്പോൾ പണ്ട് നേരത്തെ നമ്മൾ കേട്ട വാക്കുകളൊക്കെ അപ്പോൾ അതെന്താണ് സാറേ? അപ്പോൾ നമ്മൾ നേരത്തെ കേട്ടതും ഇതേ സാറിൻ്റെ വാക്കുകൾ തന്നെയാണ്. നമ്മൾ ഏതാ വിശ്വസിക്കേണ്ടത്? അപാരം. അത്രയല്ലാണ്ട് നമ്മൾ എന്താ പറയുക? പൊതുജനം, ബാക്കി നമ്മുടെ പ്രേക്ഷകർ ഫിൽ ചെയ്യട്ടെ. നമ്മുടെ പ്രേക്ഷകർക്കും ഈ വിഷയത്തിൽ ചില അഭിപ്രായങ്ങളൊക്കെ ഉണ്ടാവും, അത് കുറിക്കുക. നന്ദി, നമസ്കാരം. മറ്റൊരു വിഷയവുമായി മറ്റൊരു എപ്പിസോഡ് കാണുന്നവരെ താങ്ക് യു.